ഹലോ, ഞാൻ ഒരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. ഒരു കപ്പലണ്ടി ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാം. ഇത് വറുത്തോണ്ട് ഇരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് ഉണ്ടാക്കാമെന്ന്. ഇത് വറുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ശർക്കര പോയിട്ട് പാനിയാക്കുവാണ്. അതിനകത്ത് ഏലക്ക പൊടിച്ചിടുന്ന ഏലക്ക ഇരിപ്പുണ്ട്. കല്ല് വെച്ച് പൊടിച്ചിടണം. ക്യാമറ കയ്യിലിരിക്കുന്നുണ്ട്. താത്ത വെച്ചിട്ട് പൊടിക്കാം. ഉണ്ടാവും ഗൈസ്. എനിക്ക് കപ്പലണ്ടി മിഠായി ഞാൻ പൊടി തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോയില്ലേ. അത് കുറച്ചിടുവന്നു. ഓക്കെ, ഞാൻ ആക്കിയിട്ട് പറയാം, ബാക്കി കാണിച്ചു തരാം. ഹലോ, ഗൈസ്, ഇത്രയും വരെ ആയിട്ടുണ്ട് എൻ്റെ കപ്പലണ്ടി. ഇങ്ങനെ സാധനം ഞാൻ ഉണ്ടാക്കിയാണ്. ഒരു രസത്തിന് ട്രൈ ചെയ്ത് നോക്കി. ഇനി ഇങ്ങനെ മുറിച്ച് നമ്മൾ എടുക്കുമെന്നല്ലേ പറയുന്നേ. മുറിച്ച് പീസായിട്ട് വെക്കാം. പിന്നെ അങ്ങനെ തന്നെയോ ഇങ്ങനെ പറഞ്ഞ തന്നെ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണ്. മുറിച്ച് വെക്കണമെന്ന് പറഞ്ഞത് എന്നോടൊരു ചേച്ചിയാണ് എനിക്കിത് പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ കപ്പലണ്ടി ഇരിപ്പുള്ളതുകൊണ്ട് ഞാനത് കളയുണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ട്രൈ ചെയ്തു. ഇവിടെ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പം കപ്പലണ്ടി ആവശ്യമാണല്ലോ. ഇച്ചിരി ചട്നിക്കകത്തൊക്കെ ഇരുന്നേ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് കപ്പലണ്ടി വാങ്ങിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ പീസൊക്കെ ഇങ്ങനെ മുറിച്ച് വെക്കുവാണ്. എനിക്കറിയത്തില്ല ഇളകി വരുമോ ഇല്ലയോ. ഇങ്ങനെ ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഇച്ചിരി ഇരുന്നാണ് ഇച്ചിരി ഞാൻ ട്രൈ ചെയ്തുള്ളൂ. വേസ്റ്റായി പോയാലോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തേ. അതുകൊണ്ട് എനിക്ക് ഒരു ഡൗട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യുവാണ് ഗൈസ്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കുന്നേ. അതൊന്നും പറയില്ലേ കേട്ടോ. ഇത് ശരിയാവുമെന്ന് ഞാൻ തന്നെ കഴിച്ചിട്ട് പറയാം ശരിയാണോ ഇല്ലയോന്ന്. ഞാൻ മുറിക്കുമോ ഉണ്ടോ? ഞാനിങ്ങനെ മുറിക്കുക. കത്തിയൊന്നുമല്ല, സ്പൂൺ വെച്ചിട്ടാണ് മുറിക്കുന്നത്. മുറിച്ചതിനോടാണ് ഒന്നും എനിക്കൊന്നും അറിയത്തില്ല ഗൈസ്. മൊബൈൽ ഒരു വശത്തൂടെ പോന്നു, ഒരു വഴിക്കൂടെ പോന്നു, ഞാനും ഒരു വഴിക്കൂടെ പോന്നു. എനിക്ക് നിൽക്കാനൊന്നും വയ്യ എൻ്റെ ഗൈസ്. എൻ്റെ കാല് വയ്യത്താളാണ്. ഇതിൻ്റെ പ്രശ്നമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പ്ലാൻ ചെയ്തൊന്നുമില്ല. പെട്ടെന്നൊരു 2:30 ആയപ്പോൾ മനസ്സിൽ തോന്നി. 2:30 ആയപ്പോൾ എൻ്റെ മനസ്സിൽ ചുമ്മാ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോൾ തോന്നിയാണ് ഒരു പലഹാരം ഉണ്ടാക്കാൻ. അത് ഈ വിധത്തിലായി ഗൈസ്. ഇത് ആയിട്ടുണ്ട്. വെച്ച് നമുക്ക് നോക്കാം. ശർക്കര റെഡിയാണെന്ന് ഇങ്ങനെ നോക്കാം. ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി
ഇങ്ങനെ കപ്പലണ്ടി അങ്ങോട്ടിട്ട് എടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ നോക്കും. മൊബൈലിലോട്ട് വെച്ചിട്ട് മിക്സ് ചെയ്ത് പ്ലേറ്റ് ഇടാം. പ്ലേറ്റൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കപ്പലണ്ടി മുട്ടായി ഒരെണ്ണം ഉണ്ടാക്കി. മുറിച്ച് പീസൊക്കെ ആക്കി വെച്ചിരിക്കുക. പക്ഷേ നോക്കാം, കണ്ടോ, ചെറിയ ഉള്ളൂ. ഒരെണ്ണം അടിച്ച് കഴിച്ച് നമുക്ക് കട്ടയായി ഗൈസ്, കട്ടിയായി. ചൂട് കാണ്ടുണ്ട്, കഴിച്ചു കുഴപ്പമില്ല. ഗൈസ്, ഞാൻ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിക്കാൻ ഇനി നമുക്ക് കഴിച്ച് നോക്കാമല്ലോ. കട്ടിയായിട്ടില്ല, കട്ടിയായിട്ടില്ല.